ഹലോ മുത്തേ, സെക്രട്ടറി നാഷണൽ കിങ്ഡം പോയിട്ട് വരാം കേട്ടോ. ഇവിടെ അപ്പായിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? നീ പോയി അവിടെ ഓണപ്പരിപാടി പൂക്കള അവിടെ എന്തോ പൂക്കൾ വിടുമ്പോഴല്ലേ അവിടെ അത്തപ്പൂ വെച്ചാൽ എന്തായിരുന്നു അത്തപ്പൂ കളി തിരുവാതിരകളി ഞാൻ കൊണ്ടുവിട്ടിട്ടില്ല. നമ്മള് ഈ ക്രിക്കറ്റ് ടീം, ഇന്ത്യൻ ടീമിന്റെ വെസ്റ്റ് ഇൻഡീസ് പര്യടനം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോ സുജിത്ത് ഭക്തന്റെ വെസ്റ്റ് ഇൻഡീസ് പര്യടനമാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞ കുറെ രാജ്യങ്ങളുണ്ടോ? കുറെ ഉണ്ട്. എല്ലാം കൂടെ കൂട്ടിയിട്ടല്ല ഒരു ക്രിക്കറ്റ് ടീം ആണല്ലേ? അപ്പൊ സുജിത്ത് ഭക്തന്റെ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം. മൈ വൈഫ് ഈസ് ബിസി വിത്ത് ഹോസ്റ്റിംഗ് ഓണം പ്രോഗ്രാം ഇൻ അവർ അപ്പാർട്ട്മെന്റ്. അവിടെ ഓണം സെലിബ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണം കഴിഞ്ഞ് മാവേലി വീട്ടിൽ പോയി പാതാളത്തിലെത്തി, എന്നിട്ടാണ് നമ്മളിവിടെ ഓണം ആഘോഷിക്കുന്നത്. കുഴപ്പമില്ല, എല്ലാം അങ്ങനെയാണ്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം അങ്ങനെയാണ്. വിദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ 2-3 മാസം ജനുവരി വരെ ഓണം ആഘോഷിക്കും. അപ്പോൾ ഞാനും അബിയും കൂടെ നേരെ എയർപോർട്ടിലേക്ക് 22 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ രാത്രി 8:30 ഈ സമയത്ത് എയർപോർട്ട് എത്തണമെങ്കിൽ 3/4 മണിക്കൂർ എടുക്കും. സൈഡിൽ ഒതുക്കിക്കൂടും, അല്ലാണ്ട് എന്നാ ചെയ്യാറ്? ഇവിടെ മൊത്തം ബ്ലോക്കാ. നല്ല ഓരോരോ പരിഷ്കാരങ്ങളില് ഇങ്ങനെ ചെറിയ വണ്ടി ആയതുകൊണ്ട് പിന്നെ കുത്തിക്കറ്റിക്കൊണ്ട് പോകാൻ പറ്റും. കഷ്ടമുണ്ട്. ലിസി ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ തോന്നുന്നു. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇവിടെ എടപ്പള്ളിയിൽ ഒരു മെട്രോ പാലം ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ശരിക്കും ഗംഭീര ബ്ലോക്ക് നമ്മളൊക്കെ ഇപ്പൊ അനുഭവിക്കേണ്ടി വരുന്നത്. ഇവിടെ ശരിക്കും ഇവിടെ എല്ലാം അണ്ടർഗ്രൗണ്ട് മെട്രോ പണിതിട്ട് മേളിൽ കൂടെ ഫ്ലൈ ഓവർ പണിയേണ്ടതായിരുന്നു. ചെന്നൈ അവിടെ എന്ത് ചെയ്യാനാ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇതാണ് നമ്മൾ ഇവിടെ പോകുമ്പോ കാണുന്നതല്ലേ. നാഗ്പൂരിൽ നീ കണ്ടിട്ടില്ലേ മെട്രോ പാലം, അതിന്റെ മേളിൽ കൂടെ ഹൈവേ, അങ്ങനെ അല്ല പാലം, അതിന്റെ മേളിൽ കൂടെ മെട്രോ ഒറ്റത്തൂണില് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാം. ഇത് ശരിക്കും ആർക്കും ഉപകാരമില്ലാതെ ഇത്രയും മെട്രോ ഉണ്ടായിട്ടും ആൾക്കാരെല്ലാം വണ്ടിയിലല്ലേ പോവുള്ളൂ. അപ്പൊ പോയിട്ട് വരാം ബ്രോ. ഹാപ്പി ജേർണി. 2-3 മാസം കഴിഞ്ഞ് കാണാം. See you. വെസ്റ്റ് ഇൻഡീസ് അടിച്ചു വിളിക്ക് തകർക്ക്. കറക്റ്റ് 32 കിലോ. അങ്ങനെ നമുക്ക് 2 എയർ ഇന്ത്യയുടെ ബോർഡിംഗ് പാസ് കിട്ടി. ഇതൊന്ന് കൊച്ചി ടു ഡൽഹി, ഒന്ന് ഡൽഹി ടു JFK ന്യൂയോർക്ക്. അപ്പോൾ ലെറ്റ്സ് ഗോ. അവിടെ ഓൾറെഡി ബോർഡിംഗ് തുടങ്ങിയെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് ബോർഡിംഗ് തുടങ്ങാറായി. ഇതൊരു ലാസ്റ്റ് സമയത്താണ് ഞാൻ വരുന്നത്. നമുക്കിനി നേരെ അകത്തോട്ട് കയറാമല്ലോ, സമയമൊന്നും വേണ്ടല്ലോ. മോനെ, ഇതിനകത്താണ് നമ്മൾ പോകാൻ പോകുന്നത് ഡൽഹിക്ക്. അടിപൊളി. ഹായ്, താങ്ക് യു. ഇത് VTRTN എന്നും പറഞ്ഞുകൊണ്ട് എയർ ഇന്ത്യയുടെ പുതിയ എയർബസ് 320 വിമാനമാണ്. അപ്പോൾ എന്തായാലും പുത്തൻ സീറ്റൊക്കെ ആയിരിക്കും. വിളിച്ച് ഹായ്, ഹൗ ആർ യു? സുഖല്ലേ? അത് കണ്ടായിരുന്നോ? ഓക്കെ, താങ്ക് യു. ഞാൻ യുഎസിലേക്ക് ലണ്ടൻ കുറെ വന്നില്ലേ, ഇത് പിന്നെ എപ്പോഴെങ്കിലും വരാമല്ലോ. ഹായ് ഹായ്, ഹൗ ആർ യു? ഓൾ ഗുഡ്, താങ്ക് യു. 2F ഇതാണ് നമ്മുടെ സീറ്റ്. ഓ, ഇത് പൊളിച്ചു, ഇടും. അത് അടിപൊളി, ഇത് തകർത്തു. ഹായ്, താങ്ക് യു. Bottom milk. Thank you. Is it better for today? Buttermilk welcome. സൂപ്പർ, അടിപൊളി സാധനം. നമ്മുടെ ഇൻഡിഗോയിലും അതേപോലെ എയർ ഇന്ത്യയിലും ബട്ടർമിൽക്ക് കിട്ടും. അതായത് നമ്മൾ ഈ ടർക്കിഷ് എയർലൈൻസിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും അയറൻ കിട്ടത്തില്ലേ, അതേപോലെ തന്നെ പുതിയ ഫ്ലൈറ്റാണ്, പുതിയ എയർക്രാഫ്റ്റാണ്. സോ നല്ല സീറ്റാണ്. 4 സീറ്റേ ഉള്ളൂ ബിസിനസ് ക്ലാസ്സിൽ. മൊത്തം നല്ല അടിപൊളി സീറ്റാണ്. പ്രയോറിറ്റി ബോർഡിങ്ങും കാര്യങ്ങളെല്ലാം പക്കയായിരുന്നു. എവറിത്തിങ് വാസ് ഓൾറൈറ്റ്. ഇവരിതുവരെ ഈ പില്ല മാറ്റിയിട്ടില്ല കേസ്. ഈ കുഞ്ഞു പില്ല, ഈ പഴഞ്ചൻ പില്ല വരും. അറ്റ്ലീസ്റ്റ് ഈ പില്ലയുടെ കവറെങ്കിലും മാറണം. ഇതൊരു കൂടെ കവർ. ബാക്കിയുള്ള അടിപൊളി കംഫർട്ടബിൾ സീറ്റാണ്. നമ്മൾ ഇൻഡിഗോയിലെ സീറ്റില്ലേ, അതേപോലെ തന്നെ ഇൻഡിഗോയിലെ സീറ്റിൽ ലെഗ് റെസ്റ്റ് ഇല്ല, പക്ഷേ ഇവിടെ ലെഗ് റെസ്റ്റ് ഉണ്ട്. നമുക്ക് കാലൊക്കെ വിശദമായിട്ട് നീണ്ടു നിർത്തി കംഫർട്ടബിളായിട്ട് രാത്രി ഉറക്കാം. ഫുൾ ഫ്ലൈറ്റ് ബെഡ് ആക്കാൻ പറ്റില്ല, പക്ഷേ ബാക്കി എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ്. പുതിയ ഫ്ലൈറ്റ് സൂപ്പറാണ്, അടിപൊളിയാണ്.
നമ്മുടെ ഫ്രാൻസ് ഇല്ലേ, टुलूस नमस्कार यात्रिगण, विमान नियंत्रण कक्ष से आपका कप्तान कुश कॉल बोल रहा हूँ। इस विमान कैसा है? അവിടെ ഒരു ഇൻഡിഗോ പുഷ് ബാക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സ്റ്റാഫ് നമ്മുടെ ബാഗൊക്കെ വിമാനത്തിലേക്ക് കയറ്റുന്നു, പിന്നെ ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കുന്നു. With me in the flight deck is my colleague, First Officer Vidanshu. Our senior cabin crew is Miss Gauri, who along with the team well seated, especially when the past. മെനു താളിച്ച പയർ, അപ്പറ്റൈസർ, താളിച്ച പയർ, കേരള ഫുഡ്, ചിക്കൻ വെജിറ്റബിൾ മപ്പാസ്, പിന്നെ തന്തൂരി വെജിറ്റബിൾസ് സാൻഡ്വിച്ച്. Interesting menu. I'll go for the chicken ulathu. I don't want to sleep, so I need a masala tea. And if you have, or you would like to go for one more buttermilk later. Yeah. Yeah. Thank you. आपको सुरक्षा संबंधी जानकारी देंगे. നമ്മൾ ടാക്സി ചെയ്തോണ്ടിരിക്കുകയാണ്. നേരെ ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ബ്ലാങ്കറ്റ് വന്നു. ചോദിച്ചപ്പോഴാണ് സാറിന് രാത്രി ഫ്ലൈറ്റ് ആകുമ്പോൾ ബ്ലാങ്കറ്റ് വെക്കേണ്ടത്. കുഴപ്പമില്ല, എന്നാലും ചോദിച്ചപ്പോൾ തന്നത്. ഞാൻ ഇന്ന് ഉറങ്ങാനുള്ള ഒരു പ്ലാനും ഇല്ല. എൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ രാത്രി 10:15 1:15 നമ്മൾ ഡൽഹി എത്തും. അവിടെ നിന്ന് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വെളുപ്പിന് 3:45 എൻ്റെ ന്യൂയോർക്കിലേക്കുള്ള ഫ്ലൈറ്റ്. അത് രാവിലെ 11 മണിക്കാണ് ന്യൂയോർക്കിൽ എത്തുന്നത്. അപ്പോൾ എനിക്ക് അതിൽ കയറിയിട്ട് കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങുള്ളൂ, കാരണം അത് 16 മണിക്കൂറുണ്ട്. അങ്ങനെ ഒരു ഉറക്കമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ പോയി ഇറങ്ങിയാൽ നമ്മൾ അന്ന് ഫ്രഷ് ആയിരിക്കും എന്നുള്ള വിചാരമാണ്. ജെറ്റ് ലാഗ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. ബിസിനസ് ക്ലാസ്സിൽ ആകെ 1, 2, 3 പേരേ ഉള്ളൂ. ആകെ 8 സീറ്റേ ഉള്ളൂ. അതിനകത്ത് 3 പേരേ ഉള്ളൂ. ബാക്കി 5 സീറ്റ് കാലിയാണ്. ഇതിൻ്റെ ഈ സീറ്റിൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് കണ്ടോ, നല്ല സ്പേസ് ഉണ്ട്. ഇതിനകത്ത് ചാർജ് ചെയ്യാനുള്ള സ്ഥലം ഒക്കെ ഉണ്ട്. ഇന്റർനാഷണൽ പവർ പ്ലഗ്. ട്രേ ടേബിൾ ഇപ്പുറത്തെ സൈഡിലാണ്. ഇവിടെ പ്രസ് ചെയ്താൽ മതി. സിമ്പിൾ. നെറ്റ്ഫ്ലിക്സിൽ കുറേ സിനിമ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല, ഇതിനകത്ത് വൈഫൈ ഉണ്ട്. വൈഫൈ വെച്ചാൽ ഇൻ്റർനെറ്റ് അല്ല, വേറെ സിനിമ കാണാൻ. പിന്നെ DSP നോക്കിയിട്ട് വിജയ് സേതുവിൻ്റെ സിനിമ. താങ്ക് യു. So please be careful. The meal is extremely hot. താങ്ക് യു. എന്ത് നീർദോശ തന്നെയാണ്. നീർദോശ സെറ്റപ്പ് സാധനം. എയറിൽ എന്ത് സെറ്റപ്പായി മാറിക്കൊണ്ടിരിക്കുകയെന്നറിയാം. ഇപ്പം എക്കണോമിയിലും നല്ല അടിപൊളി ഫുഡ് കിട്ടും, പ്രീമിയം എക്കണോമിയിലും കിട്ടും. ചെറുപയർ കഴിച്ചോണ്ടാണ് തണുത്താണ്. ചെറുപയർ തോരനില്ലേ, എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന പോലെ. ഇല്ല, ഞങ്ങളുടെ അപ്പഴത്തിൽ കിട്ടും സാധനം. ചില സമയത്ത് അതേ സാധനം, ചെറുപയറും തേങ്ങയും കൊണ്ട് സാധനം. ഞാൻ ആദ്യമായിട്ട് എങ്ങനത്തെ ഒരു സാധനം ഫ്ലൈറ്റ് കഴിക്കുന്നത്. ഫ്ലാറ്റിൽ ഫുഡ് ഉണ്ടായിരുന്നു. അവിടെ പരിപാടി നടക്കുന്നത് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ കഴിക്കാതെ ഇറങ്ങിയത്. സ്റ്റാഫ് കൊള്ളാം, പക്ഷെ ഒരു ചിരിയില്ല, ഒരു പ്ലസന്റ് അല്ല. അവരൊക്കെ ഓക്കെയാണ്, പക്ഷെ എന്താ പറയുക, ഉത്സാഹമില്ല ചെയ്യുന്നവർ, താല്പര്യമില്ല ചെയ്യുന്നവർ. Should I do this? Dear guests, please collect your check luggage for bed. Thank you. അടിപൊളി. ഇതാണ് നമ്മുടെ പ്രീമിയം പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്ന ഇവരുടെ ബസ്. വമ്പൻ സെറ്റപ്പ് അല്ലേ, അടിപൊളിയാണ്. ഡൽഹി എയർപോർട്ടിലാണ് ഇത് കിട്ടുന്നത്. ബിസിനസ് ക്ലാസ്സും പ്രീമിയം എക്കണോമിയും മാത്രമേ ഇതിനകത്ത് കയറ്റിയുള്ളൂ. വെൽക്കം ടു ഡൽഹി ടെർമിനൽ 3. നമുക്ക് നമ്മുടെ ബാഗ്, നമ്മൾ കൊച്ചിയിൽ കൊടുത്ത ബാഗ് നമുക്ക് നേരെ ന്യൂയോർക്കിലേ കിട്ടുള്ളൂ. നമ്മളിവിടെ ബാഗൊന്നും കളക്ട് ചെയ്യുകയൊന്നും വേണ്ട. നമ്മളിപ്പം ഇവിടെ നിന്ന് ട്രാൻസിറ്റിൽ പോയിട്ട് ഇമിഗ്രേഷൻ ചെയ്തിട്ട് നേരെ നമുക്ക് ഗേറ്റിലേക്ക് പോകാം. നമുക്കിനി US ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഒരു സെക്യൂരിറ്റി ചെക്കും കൂടെ ഉണ്ടാവും ഇവിടെ. നമുക്കൊരു സ്ക്രീനിങ് കൂടെ ഉണ്ടാവണം. യെസ്, ഉണ്ട്. അതാണ് ഈ കാണുന്നതൊക്കെ. ഇതുണ്ടല്ലേ, പല ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളിലേക്കും സെക്കൻഡറി സ്ക്രീനിങ് എന്ന് പറയുന്ന ഒരു സാധനം പ്രത്യേകിച്ച് US വിമാനങ്ങളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് വി ഹാവ് ടു ഗോ ഗൈസ്. അങ്ങനെ ബോർഡിങ് തുടങ്ങി.
ഫസ്റ്റ് പാസഞ്ചറായിട്ട് ഞാനാണ് കയറാൻ പോകുന്നത്. അവർ ആക്ച്വലി ബിസിനസ് ക്ലാസ്സും പിന്നെ മറ്റതൊക്കെ ഒരുമിച്ചാണ് തുടങ്ങിയത്. പക്ഷേ വീൽ ചെയർ അസിസ്റ്റൻസും മറ്റേ കുട്ടികളുടെ സംഭവങ്ങളൊക്കെ ഒരുമിച്ച് തുടങ്ങിയതുകൊണ്ട് അവരെ കയറ്റി തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്ക് കയറാൻ സാധിച്ചു. സോ ദാറ്റ് ഈസ് ദ മെയിൻ ഇത്. ഫസ്റ്റ് പാസഞ്ചറായിട്ട് നമുക്ക് പോകുമ്പോഴത്തേക്കിനും നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് പോയത് എന്താ ഗൈസ് ഇവിടെ അല്ലേ? മൈ സീറ്റ് ഈസ് മറന്നുപോയി ഗൈസ്. 2K 2K ആണോ? സെക്കൻഡ് റോ. Thank you. Namaste. Good morning. Welcome on board. How are you? 2K, I'm good. How are you? Great. Sorry, 2K is the window seat for sir. Thank you. Sister to your seat. Very good. Thank you so much. Thank you. Hi. Welcome on board. Yeah, thank you. Thank you so much. Good. Thank you. Oh. So to enjoy the in-flight entertainment system, the noise cancellation headset is placed here. Okay. And for your comfort, we have kept the carpet here. And I am Aisha. During the course of the flight, me, Pema and Miss Divya will be taking care of you on Okay. board today. Welcome on board. Thank you so much. Your boarding pass. Thank you. Assist you to place the bag on the No, I'll keep it. Yeah. Thank you. Thank you. അടിപൊളി. എമിറേറ്റ്സിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ കയറിയ പോലുണ്ട്. പൊളിച്ച്. എല്ലാവരും ഇതേപോലെ വെൽക്കം ചെയ്തു. എന്നെ മാത്രമല്ല എല്ലാവരും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബിൻ എന്ന് പറയുന്നത്. കൊള്ളാല്ലേ? സീറ്റിൽ നല്ല അടിപൊളി പില്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ പില്ലോ. കിട്ടിലും പില്ലോ ആണ്. 2 പില്ലോ ഉണ്ട്. 2 പില്ലോ ഉണ്ട്. കണ്ടാ ഈ പില്ലോ അടിപൊളിയല്ലേ? ഇത് കിടിലാണ്. നേരത്തെ വിമാനത്തിലെ പോലല്ല. 3:40 വിമാനത്തിൻ്റെ ഡിപ്പാർച്ചർ. 2:40 തന്നെ കറക്റ്റ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പം 1 മണിക്കൂറോളം സമയം എടുക്കുമല്ലോ നമുക്ക് ഈ വിമാനത്തിൽ ഇത്രയും ആൾക്കാരെ കയറ്റി തീർക്കാനായിട്ട്. സോ നേരത്തെ കയറിയിരിക്കും. അതുകൊണ്ട് നമുക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ട് സെറ്റാവാം. 16 മണിക്കൂർ യാത്രയാണ്. 16 മണിക്കൂർ. ഈ 16 മണിക്കൂറിൽ എത്ര മണിക്കൂർ ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നുണ്ട്. അതെന്തായാലും പൈജാമയൊക്കെ തരും. വീട്ടിൽ നമുക്ക് സെറ്റായിട്ട് കാണാൻ ഉറങ്ങാൻ ടീഷർട്ടൊക്കെ മാറാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. What may I offer you, sir? Would you like to have sugar cane juice or buttermilk? I'll go for buttermilk. Buttermilk? Yeah. Certainly, I get it. താങ്ക് യു. ഷുഗർ കെയിൻ ജ്യൂസും ബട്ടർ മിൽക്കും ഉണ്ടായിരുന്നു. ഷുഗർ കെയിൻ വേണ്ട, ഷുഗർ കട്ട. അടുത്ത 2 ദിവസം ഞാൻ കട്ട ഡയറ്റ് ചെയ്യാൻ പോകാം. ഈ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മെനു നോക്കിയപ്പോഴേ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യും. അതിനുശേഷം ലാൻഡിങ്ങിന് മുമ്പായിട്ട് മെയിൻ മീൽ സെർവ് ചെയ്യും. അത് ലഞ്ചായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അറിയാമോ? ടൊമാറ്റോ ഉപ്പുമാവ്, കോക്കനട്ട് ഇഡ്ഡലി ആൻഡ് മസാല ദോശ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കേണ്ട കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ സമ്മതിക്കൂല. എനിക്ക് ഇഷ്ടമുള്ള ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ്. കഴിച്ചേക്കാം കുറച്ച്. അപ്പോൾ ഫുഡ് അടിപൊളിയാണ് ഗൈസ്. ബാർമെനും ഒക്കെ ഉണ്ട്. രാവിലെ വേണമെങ്കിൽ അടിക്കാം. ഇവിടെ താഴെ ചെരുപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഷൂ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 10 മണിക്കൂർ കഴിഞ്ഞ് തരാൻ പറ്റുമോ? അപ്പോൾ ഇടയ്ക്ക് ബാത്റൂമിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ചെരുപ്പ്. May I offer you a hot refreshing Hot towel. towel? Thank Be you. careful with salt. താങ്ക് യു. Refreshing towel. എൻ്റെ ബാഗ് വിമാനത്തിൽ കയറി. വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ എയറിന് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കും. ബാഗ് കണക്റ്റഡ് ആയി എന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ ബാഗിൽ എയർ ടാഗ് ഉള്ളതുകൊണ്ട് നമുക്കതും അറിയാൻ പറ്റും. എയറിൻ്റെ ആ കാര്യത്തിലൊക്കെ വിട്ടു. എയറിൻ്റെ അവിടെ ആപ്പ് ഉണ്ടല്ലോ, കിട്ടുന്ന ആപ്പാണ്. ഒത്തിരി ഫെസിലിറ്റീസും ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. എൻ്റെ 2 ബാഗുണ്ട്. ആ 2 ബാഗും കണക്റ്റഡ് ആയെന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നു. I'm ready to get for you, sir. താങ്ക് യു സോ Which മച്ച്. loungewear size would you prefer? I'll to go have? for a small one, yeah. Small? Yeah. Certainly. The preferred loungewear size for you. താങ്ക് യു. പൈജാമ സെറ്റാണ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് മാറാം. ഇതാണ് ഇവിടുത്തെ അങ്ങനെ ടിക്കറ്റ്. വീട്ടിലെ സാധനം ഇഷ്ടമാണ്. അതല്ലേ ഇത് നിങ്ങൾ എമിറേറ്റ്സിൻ്റെ വീഡിയോ ഉണ്ട്, എയർ ഇന്ത്യയുടെ വീഡിയോ ഉണ്ട്. 2 ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയല്ലേ ഉള്ളൂ. മറ്റേ ഫസ്റ്റ് ക്ലാസ് എത്ര പൈസയാണ്? ഇത് അതിൻ്റെ 4 പൈസ കൊടുത്താൽ മതി. എയർ ഇന്ത്യയിൽ ഇത്രയും സൗകര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ബുക്ക് ചെയ്യുമ്പോൾ നോക്കി ബുക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. അതായത് കിട്ടിയത്. പിന്നെ നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ചാർജ് ചെയ്യാനുള്ള സാധനങ്ങൾ, പിന്നെ ഹെഡ്ഫോൺ കുത്തുന്ന സ്ഥലം, പിന്നെ ഇത് നമ്മുടെ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു മിററുണ്ട്. ആ ഹെഡ്സെറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന കവർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സിൽക്കിൻ്റെ പോലത്തെ കവർ. പിന്നെ ഇവരുടെ മ്യൂസിക് ഒരു രക്ഷയില്ല. ആ ഒരു ബോർഡിങ് സമയത്ത് മ്യൂസിക് അത് വേറെ ലെവലാണ്. അതാണ് ഞാൻ ഈ വീഡിയോയുടെ BGM ആക്കിയിട്ടിരിക്കുന്നത്. ശരിക്കും ഇതാണ് കേട്ടോ നമുക്ക് തല വെച്ച് കിടക്കാനുള്ള പില്ലോ. ഇതൊരു ബാക്ക് സപ്പോർട്ടായിട്ടോ എവിടെയോ സീറ്റിനടിയിലെങ്ങാണ്ട് കയറ്റും. നമ്മൾ ബെഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് അതാണ് ഇവരുടെ പരിപാടി. ഇത് നമുക്ക് ലൈറ്റായിട്ട് പുറയ്ക്കാനുള്ള ബ്ലാങ്കറ്റ്. അവരുടെ കയ്യിൽ വേറെ കട്ടിയുള്ള ഡുവറ്റ് ഉണ്ട്. സോ രാത്രി കിടന്നുറങ്ങുമ്പോൾ അത് പുറയ്ക്കാം. പിന്നെ ഒരു 1/2 ലിറ്ററിൻ്റെ ഹിമാലയൻ വാട്ടർ ബോട്ടിലുണ്ട്. പിന്നെ ഇവിടെ മറ്റേ മാഗസിനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ നിക്കറും അതേപോലെ തന്നെ ടീഷർട്ടും എല്ലാം ഇതിനകത്ത് അലമാരിക്കകത്ത് വെച്ച് അടക്കി ഉണക്കി. യെസ്, 4 സ്ത്രീകൾ മാത്രമാണ്. 4 സ്ത്രീകൾ. അതാണ് എയർ ഇന്ത്യയുടെ കരുത്ത്. അവരാണ് നമ്മുടെ വിമാനം
അമേരിക്കയിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞാൻ ബാത്റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന് സെറ്റ് പൈജാമ ഇട്ടു. പിന്നെ എനിക്ക് ആ പൈജാമയുടെ ടോപ്പ് ഇടുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാനിത് വീട്ടിൽ നിന്ന് കൊണ്ടുപോയായിരുന്നു. സോ ഇട്ടു ഡ്രസ്സൊക്കെ നമുക്ക് മടക്കി വയ്ക്കാം. ഇനി 16 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ എത്തുന്ന സ്ഥലത്ത് ഇറങ്ങിപ്പോകാൻ പറ്റും. എന്തായാലും സ്വന്തം വീട്ടിൽ അല്ലെ ഒരു ഹോട്ടൽ റൂം എടുത്ത് കിടന്ന് ഉറങ്ങിപ്പോകുന്ന പോലല്ലേ ഇത് അല്ലേ? ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ തകർക്കും. സമയം ഇപ്പോൾ 3:30 മണിയായി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ട് കിടന്നുറങ്ങാം. കാറിൻ്റെ സീറ്റ് ബെൽറ്റ് ഇടുന്ന പോലെ വേണം ഇതിൻ്റെ ബെൽറ്റ് ഇടാനായിട്ട്. വലിച്ച് 6 ഇങ്ങനത്തെ സീറ്റ് ബെൽറ്റാണ് കേസ്. ഇപ്പോൾ റീഫ്രഷ്മെൻറ്റ് വരും, പിന്നെ കുറച്ച് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് വരും, പിന്നെ മെയിൻ മീൽ വരുവാണ്. മൊത്തം 2 മെയിൻ മീലും ഒരു റീഫ്രഷ്മെൻറ്റും തരുവാണ്. താങ്ക് യു. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. താങ്ക് യു. ഇതാണ് സ്റ്റാർട്ടർ. സ്റ്റാർട്ടർ അല്ലാതെ എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടത്. ആ മിൻ ചട്നി സൂപ്പർ, അടിപൊളി. ലൈറ്റ് എപ്പോഴാണ് ഓഫ് ചെയ്യുന്നത്? ഓഫ് ചെയ്യുക. ഗുഡ് നൈറ്റ് ഗൈസ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ ഇന്ത്യൻ സമയം 11 മണിയായി. രാവിലെ 4 മണിക്ക് 3:45 വിട്ട ഫ്ലൈറ്റാണ്. 4:45 5 മണിയായപ്പോൾ ഉറങ്ങിയത്. 6, 7, 8, 9, 5 മണിക്കൂർ ഉറങ്ങി. അപ്പോൾ രാവിലെ 12 മണിയായപ്പോൾ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എണീറ്റ് എൻ്റെ സീറ്റ് ബാക്ക് ടു നോർമൽ പൊസിഷനാക്കാൻ പറ്റുന്നില്ല. സ്വിച്ചൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു അതിലെന്തോ റീസെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയും. അത് ഇതുവരെ റെഡി ആയിരുന്നില്ല. നോക്കാത്ത സംഭവിക്കുന്നത് ടെക്നിക്കൽ പ്രോബ്ലംസ് ആണ്. ലെറ്റ്സ് സീ. Press comment, would you like to? Okay, we have already reset it. It still did not work. I'll just check once again. And would you like to have the breakfast? Yep. What would you prefer to have, sir? You have the dosa upma and all, right? South Indian option. I'll Yep. get it for you. I'll get it. വൈറ്റ് ഇല്ല. ഇപ്പോഴാണ് ഞാൻ വിളിച്ചിട്ടാണ് വന്നത്. ഇത് വർക്ക് ചെയ്യുന്നില്ല. Have the yogurt with cut fruits and croissant. I'll get the main meal for you. കട്ട് ഫ്രൂട്ട്സും ക്രോസും ചൂടാക്കി തന്നു. പിന്നെ ഇത് കേർഡാണ്. യെസ്, ഫ്ലേവേർഡ് യോഗർട്ട്. കേർഡല്ല, ഫ്ലേവേർഡ് യോഗർട്ട്. എൻ്റെ സീറ്റ് ശരിയായിട്ടില്ല ഗൈസ്. ഞാൻ ഇങ്ങനെ ലൈഫ് ഫ്ലാറ്റ് ബില്ല് അതേപോലെ ഇരുന്നാണ് കഴിയുന്നത്. ബാക്കിൽ ബില്ല് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പോയിന്റ്സ് എങ്കിലും അതിൻ്റെ തരണം. തന്നില്ലെങ്കിൽ ഇടി കിട്ടില്ല. ഉപ്പുമാവ് കിട്ടി. ഉപ്പുമാവ് പിന്നെ ഇത് 2 കൂടെ ടൊമാറ്റോ ഉപ്പുമാവ്, സാധാ ഉപ്പുമാവ്, ഒരു മസാല ദോശയുടെ കഷ്ണം. ഒരു പൊടി മസാല ദോശയാണ് എനിക്ക്. സാമ്പാറുണ്ട്, ചട്നിയുണ്ട്. മലയാളിയാണ്. ആ ഓക്കെ. ഹായ്. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെയാ സ്ഥലം? ഫസ്റ്റ് ലാംഗ്വേജ് പറഞ്ഞപ്പോൾ മലയാളം കേട്ടില്ല. ലാസ്റ്റ് മിനിറ്റ് ജോയിൻ ചെയ്തത്. അപ്പോൾ അവർ എടുത്തിട്ടില്ല ലാംഗ്വേജ്. സ്റ്റാൻഡ് ബൈ ആയിരുന്നോ? ഡൽഹി ബേസ്ഡാ? ഡൽഹി ബേസ്ഡ്. ഞാൻ ലാസ്റ്റ് 10 years ആയിട്ട് ചെന്നൈ ആയിരുന്നു. 7 months ആയിട്ട് ഡൽഹി. ഓക്കെ. ഫുഡൊക്കെ അടിപൊളിയാണ്. ഇഷ്ടം. അതാണ് എയർപേയിൽ ട്രാവൽ ചെയ്യുമ്പോഴുള്ള മറ്റൊരു കാര്യം. പിന്നെ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ചായ, മസാല ചായ, അത് അടിപൊളി മസാല ചായ. അപ്പോൾ വൈഫൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ വരെ യൂട്യൂബിൽ കണ്ട് നല്ല വീഡിയോ കോളൊക്കെ വിളിക്കാം. നല്ല അടിപൊളിയായിട്ട് നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്ന വൈഫൈ. അപ്പോൾ ഇനി 8 മണിക്കൂറും കൂടെ ഉണ്ട്. നമ്മൾ ഒന്നും കൂടെ ഉറങ്ങാം. ഒരു 4-5 മണിക്കൂർ ഉറങ്ങി കഴിയുമ്പോഴത്തേക്കിനെ അവർ ലഞ്ച് സെർവ് ചെയ്യാൻ വേണ്ടി വിളിക്കും. യെസ്, ലെറ്റ്സ് സീ. To start the dining experience, would you prefer to have any alcoholic or non-alcoholic drink? No, it's okay, fine. Yeah. So in appetizer we have the option of zucchini cream roll and the chicken pistachio citrus salad, followed by the main course option, both international as well as Indian. I go for the chicken pistachio super salad. Certainly I'll get it for you. This is chicken tikka masala with rice, right? Chicken tikka masala with rice, and vegetarian we have paneer pasanda. In Indian option. I'll go for the roast pepper. In non-vegetarian. Yeah, Right? roast pepper. And you have that, right? I have to have it. Okay. You can give me some fruits for the desserts.
Along with your meal, would you prefer to have any drinks? Give me some sparkling water. Sparkling water with ice and lime? Yeah. Would you like to try any cocktail or mocktail or any other? No, I have a long full day in New York Okay. to Okay. do something, so I don't want to have a drink in the morning. Yeah. Do you have some juice or something? We have the sugarcane juice. We have apple juice, orange juice, You can give me that sugarcane juice. sugarcane juice. You would prefer to have it along with your meal? You can give it now, no problem. I'll get it for you, sir. രാവിലെ നഷ്ടമാണ് സാറില്ല ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ കഴിക്കണമെന്ന് ചോദിച്ചില്ല. പക്ഷേ നമ്മൾ രാവിലെ അല്ലേ, വി ഷുഡ് കൺസിഡർ ദിസ് പ്ലേസ് ടൈം അറ്റ് മോർണിംഗ്. കാരണം നമ്മൾ രാവിലെ 10:30 നടത്തുന്നു. ഞാൻ രാവിലെ ഉറക്കണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് വന്നു. ഏകദേശം ഒരു 8-9 മണിക്കൂർ ഉറങ്ങിക്കണം. 2 തവണയായിട്ട് 10 മണിക്കൂറോളം സുഖമായിട്ട്. നമ്മൾ 3.5 മണിക്കൂർ കൂടെ ഉണ്ട്. ഞാൻ ഇരിക്കണം ഇതേപോലെ, വേറെ വഴിയൊന്നുമില്ല. എനിക്ക് ഇവർ പറഞ്ഞിട്ട് മാനുവലി ഈ സീറ്റ് പൊക്കാൻ പറ്റും, പക്ഷെ പൊക്കി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീണ്ടും ലൈഫ് ഫ്ലാറ്റ് ആക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. ഇപ്പോഴും വർക്ക് ചെയ്യുന്നില്ല. സ്വിച്ച് മാത്രമേ, ലൈറ്റ് മാത്രമേ വർക്ക് ചെയ്യുന്നു, പക്ഷെ ബാക്കിയുള്ള സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല. അവരവരുടെ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ എന്തോ അറിയില്ല, എന്താണെന്നറിയില്ല, വർക്കാൻ പറ്റില്ല. Allow me to dress a table for you. പ്ലീസ്. താങ്ക് യു. ഇത് ബേസിക്കലി ഇന്ത്യൻ സമയം വെച്ചിട്ടാണെങ്കിൽ ലഞ്ചാണ്. പക്ഷേ നമുക്ക് അമേരിക്കൻ സമയം വെച്ച് നോക്കുമ്പോൾ ലഞ്ചും അല്ല, ഇന്ത്യൻ സമയം വെച്ച് നോക്കുമ്പോൾ ലഞ്ചും കഴിഞ്ഞുള്ള സംഭവം. പക്ഷേ ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ ലഞ്ച് കഴിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം അപ്പറ്റൈസറാണ് തരും. സോ ഇത് അപ്പറ്റൈസറാണ്, ഒരു ചിക്കൻ്റെ എന്തൊരു സാധനം. പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയല്ലേ, എനിക്ക് ഇഷ്ടമാട്ടോ. അത് സെറ്റാണ്. വീണ്ടും ഈ പറഞ്ഞ പോലെ ബ്രെഡും ബാക്കിയുള്ള സംഭവങ്ങളും ഉണ്ട്. ഇത് സ്പാർക്ക്ലിംഗ് വാട്ടർ, ഇത് ജ്യൂസ്, കരിമ്പിൻ ജ്യൂസ്, ഷുഗർ കെയിൻ ജ്യൂസ്. ഇതാണ് നമ്മുടെ മെയിൻ കോഴ്സ്. ഇത് എന്തോ ഒരു സ്റ്റഫ്ഡ് ചിക്കൻ വിത്ത് മാഷ് പൊട്ടറ്റോ, അതാണ് സംഭവം. ഇന്ത്യൻ ചോയ്സ് ഉണ്ടായിരുന്നു, ഞാൻ ഇതാണ് വാങ്ങിച്ചത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഫ്രൂട്ട്സ് കൊണ്ട് തന്നു. ഭയങ്കര ഫുഡൊക്കെയാണ്, ഇഷ്ടംപോലെ ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി 2 മണിക്കൂറും കൂടെ ഉണ്ട് ലാൻഡ് ചെയ്യാനായിട്ട്. ഞാനിവിടെ സിനിമയും കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ അവിടെ ചാരി കിടക്കുന്നത് സിനിമ കാണാൻ വേറെ വഴിയില്ല, സമയം പോകുന്നില്ല. 2 മണിക്കൂർ കൂടെ ഉണ്ട് ഇനി. ഞാൻ ഈ ഒരു സിനിമ ഉണ്ട്, ഫാമിലി പടം എന്ന് പറഞ്ഞൊരു സിനിമ. അപ്പോൾ ഇനി നമുക്ക് 1 മണിക്കൂറും കൂടെയാണ് നമ്മുടെ ന്യൂയോർക്ക് എത്താനായിട്ടുള്ളത്. ന്യൂയോർക്ക് സമയം ഇപ്പോൾ രാവിലെ 9:30 മറ്റോ ആയെന്ന് തോന്നുന്നു. കഴിഞ്ഞ 15 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ റോൾസ് റോയ്സ് എഞ്ചിനാണ് നമുക്ക് കാണുന്നത്. നല്ല ലുക്കല്ലേ റോൾസ് റോയ്സിൻ്റെ എഞ്ചിൻ. ഇതിന് സമ്മതിക്കണമല്ലേ, വിമാനങ്ങളുടെ എഞ്ചിനൊക്കെ മണിക്കൂറുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. വിമാനങ്ങളുടെ എഞ്ചിനൊക്കെ 16 മണിക്കൂർ കറങ്ങി, ഇനി 2 മണിക്കൂറോടെ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് 16 മണിക്കൂർ കറങ്ങണം. അങ്ങനെ ഫൈനലി അവർ വന്നിട്ട് മാനുവലി ലിഫ്റ്റ് ചെയ്ത് എൻ്റെ സീറ്റ് നോർമൽ പൊസിഷനിലാക്കി. ഈ സീറ്റിലേക്ക് പവർ വരുന്നില്ല. അപ്പോൾ ഇവർക്ക് ഇത് റീസെറ്റ് ചെയ്യണമെങ്കിൽ പ്ലെയിൻ ഗ്രൗണ്ട് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. എന്തോ സംഭവങ്ങളൊക്കെ കോക്പിറ്റിൽ പോയിട്ട് ചെയ്യണം, അങ്ങനെ എന്തോ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിവരെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഡു ഇറ്റ്. ഞങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോയ്ലറ്റിൽ പോകാൻ തിരക്കാം അവിടെ ഗൈസ്. ഡ്രസ്സ് മാറിട്ട് വന്നു ഗൈസ്. സോ ഇനി എല്ലാം പാക്ക് ചെയ്ത് വെക്കുക. നല്ല കംഫർട്ടബിൾ യാത്രയായിരുന്നു, എക്സെപ്റ്റ് ഈ സീറ്റിൻ്റെ പ്രശ്നം. അത് കുഴപ്പമില്ല, ഞാൻ മെയിൽ അയച്ചോളാം അവർക്ക്, അവരും റിപ്പോർട്ട് ചെയ്തോളും. എയർ ഇന്ത്യ മിടുക്കന്മാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുറച്ച് വൗച്ചറോ എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ അത് തരണം. കാരണം എനിക്ക് സീറ്റ് ഇരിക്കാൻ പറ്റിയില്ല, കിടക്കാൻ മാത്രമേ പറ്റുള്ളൂ. പ്രശ്നമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ വിമാനത്തിലിരിക്കുമ്പോൾ താഴേക്ക് ഇറങ്ങാനായിട്ട് പോകുമ്പോൾ ഡിസെൻഡ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കിന് നമ്മൾ തുറന്നു വെച്ച കുപ്പിയാണെങ്കിൽ ഇങ്ങനെ ചൊക്കിപ്പോകും. കണ്ടിട്ടുണ്ടോ ഇതുപോലെ? എന്തുകൊണ്ടാണെന്നറിയോ? കമൻറ്റ് ചെയ്യും. നമ്മൾ 22 മിനിറ്റിൽ നമ്മൾ ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്യും. ഇതാണ് സമയം. ചരിച്ചോണ്ടിരിക്കുക, ഇങ്ങനെ ചരിഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞ് കയറുമെടുത്ത് പോയിക്കൊണ്ടിരിക്കുക, വളച്ച് തിരിച്ച്. താഴെ കൂടെ വേറൊരു പ്ലെയിൻ പോകുന്നുണ്ടോ, വേറൊരു വിമാനം പോകുന്നുണ്ടോ? ഓ എൻ്റെ ദൈവമേ, അവിടെ ഒരു വിമാനം പോകുന്നു. ഞാൻ കാണുന്ന അവിടെ അതൊരു എയർപോർട്ടാണ്. ഏത് എയർപോർട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ന്യൂയോർക്ക് ആണോ എന്ന് അറിയത്തില്ല. ലാൻഡിങ് ഗിയർ വീണ് കേട്ടോ. എവിടെ എയർപോർട്ട്? അത് കാണുന്നതാണോ? ഏതാ സംഭവം മനസ്സിലാവുന്നില്ല. എന്നാലും നമ്മളിപ്പോൾ ലാൻഡ് ചെയ്യും. കുറേ നേരം ചുറ്റിക്കറങ്ങി, ട്രാഫിക് ആയിരുന്നു തോന്നുന്നു. ഇവിടെ കുറേ എയർപോർട്ടുണ്ട്. ഇത് വേറെ ഇതെന്താ റൺവേയാണോ? അത് എയർപോർട്ടാണോ? ഇത് എന്താ സംഭവം? എയർപോർട്ടല്ലല്ലേ, റോഡാണെന്ന് തോന്നുന്നു. പക്ഷേ കണ്ട എയർപോർട്ട് പോലുണ്ട്. ഇത് ചിലപ്പോൾ പഴയ എയർപോർട്ട് വല്ലതും ആയിരുന്നിരിക്കണം. അങ്ങനെ എയർപോർട്ട് പോലില്ലേ, റൺവേ പോലില്ലേ.
ആ കാണുന്നതാണെന്ന് തോന്നുന്ന എയർപോർട്ട്. കണ്ടോ അതാണ് എയർപോർട്ട്. അങ്ങോട്ടാണ് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. അത് പൊളിച്ച് ഇത് കുറേ റൺവേ ഉണ്ട് തോന്നുന്നു ഇവിടെ. ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിനടുത്താണ് ഇവിടുത്തെ JFK എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. May I have your attention, please? All guests are requested to kindly remain seated and fasten their seatbelts. Thank you. അപ്പോൾ ഗുഡ് ബൈ എയർ ഇന്ത്യ അഗെയിൻ. അങ്ങനെ നമ്മുടെ 2-3 മാസത്തെ അമേരിക്കൻ പര്യടനത്തിനായിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. Your bags are currently arriving on belt number 7. Once again, your bags will be arriving on belt number 7. All oversized items such as stroller, car seats, and boxes can be located at belt number 9. Please reminder to all guests, if you have any connecting flight with Delta, JetBlue, American Airlines, or any other airlines, you must have to pick up your bag from belt number 7. Once again, your bags will be arriving on belt number 7. ബൈ ബൈ സന്തോഷ്. മാഡം മലയാളി അറിയോ? ഹായ് മാഡം, ഹൗ ആർ യു? നൈസ് ടു മീറ്റ് യു. ഹൗ ആർ യു? ഹായ് ഹായ് Come, ഹായ്. escort you. Come. You have anything else with you? നോ ദാറ്റ്സ് ഇറ്റ്. ഹൗ ആർ യു? Cheta, I'll take him in. എന്തൊക്കെയുണ്ട് വിശേഷം? You tell me. അങ്ങനെ യാ How was the flight? Where's your boarding card? ഇറ്റ്സ് ഇൻസൈഡ്. ഫ്ലൈറ്റ് ഈസ് ഗുഡ് You ആസ് like യൂഷ്വൽ. പിന്നെ തവണ ഞാൻ 2-3 മാസം ഇവിടെ ഉണ്ട്. Oh, you have a long name. യാ It's really juicy. ഐ ഹാവ് എ ലോങ് നെയിം. That's why it's good. It's with the other ones. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കൊക്കെ ഒത്തിരി പേരുണ്ടല്ലോ, വലിയ പേരാണല്ലോ, വീട്ടുപേരും അച്ഛൻ്റെ പേരും എല്ലാം കൂടെ. ഇമിഗ്രേഷനിൽ തിരക്കുണ്ടോ ഇവിടെ? I will do it. I'll clear you quickly. സോ താങ്ക് യു സോ മച്ച് അഗെയിൻ. നൈസ് ടു മീറ്റ് യു അഗെയിൻ. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്നുണ്ടോ എന്നുള്ളത്. സോ ഷീ കെയിം ടു ദ ഗേറ്റ് ആൻഡ് എസ്കോർട്ടഡ് മീ ടിൽ ദ ബാഗേജ് ഏരിയ ആൻഡ് പ്ലഷർ മീറ്റിംഗ് യു അഗെയിൻ. Yeah, you're welcome. And Any of your friends called after seeing the video? so many. All my relatives, my husband's cousins and aunts and uncles. Okay. They're proud of me. They say, എൻ്റെ "Chechi, we are proud of I don't know. എന്തായാലും താങ്ക് യു സോ മച്ച് ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ ഇമിഗ്രേഷൻ്റെ അവിടെ അത്യാവശ്യം തിരക്കായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും മാഡം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങി വന്നു. ഇത്തവണ ഒന്നും ചോദിച്ചൊന്നുമില്ല, എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. നമ്മൾ ടൂറിസ്റ്റ് ആണെന്ന് പറഞ്ഞു. വേറെ എത്ര ദിവസം ഉണ്ടെന്ന് അങ്ങനെ കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല ഗൈസ്. ഇറ്റ് വാസ് സിമ്പിൾ. അപ്പോൾ ഇറങ്ങി വന്നു. എന്ത് ചെയ്യുവാണെന്ന് ചോദിച്ചു. പാസ്പോർട്ട് കണ്ടിട്ട് ഞാൻ പറഞ്ഞു യൂട്യൂബറാണെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. യെസ്. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടാണ് വന്നിറങ്ങിയിരിക്കുന്നത്. നമ്മുടെ ട്രിപ്പ് കപ്പിൾ സഞ്ജയ് ആൻഡ് റിയ ഇവിടെ ഉണ്ട്. അവരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് നേരെ ബോസ്റ്റൺ പോവാണ്. ഇന്ന് ഫുൾ ഡേ പകൽ മൊത്തം സൈറ്റ് സീയിങ് ആണ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം. സീ യു ഗൈസ്. ബൈ. പോലെ ഒരു അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ എയർ ഇന്ത്യ വിമാനയാത്രയിലെ ആ കംപ്ലയിൻറ്റ്, സീറ്റിൻ്റെ കംപ്ലയിൻറ്റ് അവരെങ്ങനെ പരിഹരിച്ചു എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അതും കൂടെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ വീഡിയോ ചെയ്തതിന് പ്രത്യേകിച്ച് യുക്തിയൊന്നുമില്ല. വിമാനയാത്ര കഴിഞ്ഞ് ഞാൻ വൈകിട്ട് റൂമിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഒരു ഇമെയിൽ വന്നു എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന്. അതായത് നിങ്ങളുടെ വിമാനയാത്രയിൽ നിങ്ങളുടെ സീറ്റിന് കംപ്ലയിൻ്റ് ഉള്ളതായിട്ട് നമ്മുടെ ക്യാബിൻ ക്രൂ നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ യാത്രയിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ടായതിൽ വളരെയധികം ക്ഷമ ചോദിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ വന്നു. ജസ്റ്റ് ക്ഷമ കേട്ടോ, വേറെ ഒന്നുമില്ല. അതായത് സാധാരണ രീതിയിൽ ക്ഷമ ചോദിക്കുക മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ അവർ പോയിൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും കോമ്പൻസേഷനൊക്കെ തരേണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് മാത്രം ഒരു ഇമെയിൽ വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശദമായിട്ട് ഞാനൊരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്തു. അതായത് ഞാൻ ഇന്ന രീതിയിൽ ഇന്നടത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. എൻ്റെ സീറ്റ് ഫുള്ളി റിക്ലൈൻഡ് ആയതിനു ശേഷം തിരിച്ച് അപ്രൈറ്റ് പൊസിഷനിലേക്ക് ആക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് കാരണം 16 മണിക്കൂർ നീണ്ട ആ യാത്രയിൽ എനിക്ക് ഫുൾ ടൈം ആ നിവർന്ന് കിടക്കുന്ന ആ സീറ്റിൽ തന്നെ
കിടക്കേണ്ടതായിട്ടും ഇരിക്കേണ്ടതായിട്ടും വന്നു. ടർബുലൻസിൻ്റെ സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ബാക്കിൽ പില്ലോ വെച്ച് സപ്പോർട്ട് ചെയ്താണ് ഞാൻ ഇരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും ബുദ്ധിമുട്ടാണ് അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഞാൻ ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു മെയിൽ അയച്ചു. അപ്പം ഞാൻ പറഞ്ഞു സീക്കിംഗ് കോമ്പൻസേഷൻ എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ വെച്ചത്. അതായത് എനിക്ക് കോമ്പൻസേഷൻ വേണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ മെയിൽ അയച്ചത്. അപ്പോൾ ഞാൻ കോമ്പൻസേഷൻ വേണമെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പൈസയായിട്ടോ പോയിൻ്റായിട്ടോ വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ലൈക്ക് സീക്കിംഗ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മെയിൽ അയച്ചു. അപ്പോൾ മെയിൽ അയച്ചിട്ട് വിത്തിൻ 24 hours അവരെനിക്ക് തിരിച്ച് മെയിൽ അയച്ചു. $434 അവരെനിക്ക് കോമ്പൻസേഷനായിട്ട് തരാമെന്നും പറഞ്ഞുകൊണ്ട് മെയിൽ അയച്ചു. ഞാൻ ആ മെയിൽ കണ്ടിട്ട് ഞെട്ടിപ്പോയി. ശരിക്കും എയർ ഇന്ത്യ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമില്ല. $434 എന്ന് പറയുമ്പോൾ ഏകദേശം 38,000 രൂപ വരും. ആ ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഞാൻ എടുത്തത് ഏകദേശം 2.5 ലക്ഷം രൂപയ്ക്കാണ് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ $434 അവരെനിക്ക് കോമ്പൻസേഷൻ തരാം, നിങ്ങളുടെ അക്കൗണ്ട് നമ്പരൊക്കെ അയച്ചു തരുമെന്നും പറഞ്ഞുകൊണ്ട് അവരെനിക്ക് മെയിൽ അയച്ചു. ഞാൻ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു. എന്തായാലും അവരത് വിത്തിൻ ഫ്യൂ ഡേയ്സിനുള്ളിൽ അവരെനിക്കത് കോമ്പൻസേഷൻ അത് എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. ശരിക്കും നിങ്ങൾക്ക് വിമാനയാത്രയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിമാന കമ്പനിക്ക് തെളിവ് സഹിതം മെയിൽ അയക്കാം. പക്ഷേ മെയിൽ അയക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ ബുദ്ധിമുട്ട് നിങ്ങളുടെ ക്യാബിൻ ക്രൂവിനോട് അല്ലെ ക്യാബിൻ സൂപ്പർവൈസറിനെ ഇൻഫോം ചെയ്ത് അവരോട് അത് റെക്കോർഡ് ചെയ്യാൻ പ്രത്യേകം, അതായത് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ ലോഗ് ബുക്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ പ്രത്യേകം പറയണം. എന്നാൽ മാത്രമേ അത് അവർക്കും കൂടെ തെളിവുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തരുമ്പോൾ സമയം പോകും. അപ്പോൾ ഞാൻ ഈ മെയിലൊക്കെ അയച്ച് അവരെനിക്ക് ഇത്രയും പൈസ എയർ ഇന്ത്യ കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് എ വെരി ഗുഡ് വേ ഓഫ് അപ്രോച്ച് ഫ്രം എയർ ഇന്ത്യ. ഐ ഷുഡ് ട്രൂലി അപ്രീഷിയേറ്റ് എയർ ഇന്ത്യ ഫോർ ദാറ്റ്. എയർ ഇന്ത്യക്ക് വേണമെന്നുണ്ടെങ്കിൽ നിസ്സാരവൽക്കരിച്ച് വിടാമായിരുന്നു. പക്ഷേ എയർ ഇന്ത്യ ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു വലിയ കാര്യമായിരുന്നു ആ സംഭവിച്ചത്. എന്തായാലും ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കും ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ കാര്യം. അപ്പോൾ അമേരിക്കയിലെത്തി 2 ദിവസമായി. അപ്പോൾ അമേരിക്കൻ വീഡിയോസും അതിനുശേഷം ബർമുഡ വീഡിയോസൊക്കെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ഗൈസ്, ബൈ.